എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 15 ശ്ലോകം 28, 29, 30, 31, 32, 33, 34 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. രണ്ടുപേരും മന്ദഹാസപൂർവം സമ്മതിച്ചപ്പോ രാമനും കൃഷ്ണനും കുട്ടികൾക്ക് സന്തോഷമായി. അതാ രാമകൃഷ്ണന്മാര് സമ്മതിച്ചല്ലോ താലവനത്തിലേക്ക് പോവാന്ന്. ഇനി എന്തായാലും കാര്യം സാധിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ബലരാമേട്ടനല്ലേ ബലം കൂടുതല്. അതുകൊണ്ട് ആ പനമരത്തിലെ തന്റെ രണ്ട് കൈ കൊണ്ട് അങ്ങോട്ട് പിടിച്ചോണ്ടൊന്നുകൊണ്ട് കുലുക്കി ധാരാളം ആ പനന്നൊങ്കുകള് വീണു. കുട്ടികള് ധാരാളം കഴിക്കണു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബലപ്രവിശ്യ ബാഹുഭ്യാം താലാൻ സംഭരികമ്പയൻ ഫലാനി പാതയാമാസ മതംഗജൈവൗജസ. ഏറ്റവും ബലവാനായിട്ടുള്ളതുകൊണ്ട് ബലൻ എന്നും, ബഹുവിധ ലീലകൾ കൊണ്ട് ആ തന്റെ സുഹൃത്തുക്കളെയൊക്കെ രമിപ്പിക്കുന്നത് കൊണ്ട് രാമൻ എന്നും പ്രസിദ്ധനായിരിക്കുന്ന ബലരാമൻ കാട്ടിലാണ്ട് കടന്ന ഉടനെ ആ രണ്ട് കൈ കൊണ്ട് ആ പനമരങ്ങളെ ബലത്തോടെ പിടിച്ചു. ഒന്നും ഈ മതിച്ച ആന എങ്ങനെയാ മരം പിടിച്ചു കുലുക്കുക അതുപോലെ അങ്ങോട്ട് കുലുക്കി ചടപടേന്നത് ആ പനന്തങ്കകൾ വീണു. കുട്ടികൾ ഓടിച്ചെന്നാക്ക എടുക്കണം ഗോപന്മാര്. അപ്പോഴേക്കും വന്നൂലോ ധേനുകാസുരൻ. ഫലാനാം പതതാം ശബ്ദം നിശമ്യാസുരരാസഭ അഭ്യഥാവൽക്ഷിതിതലം സനകം പരികമ്പയൻ. പനമരങ്ങളിൽ നിന്ന് കായകൾ വീഴുമ്പോണ്ടായ ആ ശബ്ദം അങ്ങോട്ട് കേട്ടു ധേനുകാസുരൻ. കഴുതയുടെ രൂപം ധരിച്ചവനായ ധേനുകാസുരൻ കേട്ടു. അതിബലിഷ്ഠനും യുക്തസമർത്ഥനുമായ അസുരൻ കോപം കൊണ്ട് ഇങ്ങനെ വിറച്ച് ഓടിയങ്ങോട്ട് പാഞ്ഞങ്ങോട്ട് വന്ന് ആ പ്രദേശവും അവിടങ്ങളിലുള്ള മരങ്ങളും അങ്ങോട്ട് കുലുങ്ങി. അത് അയാളുടെ ആ ഓട്ടത്തിന്റെ ശക്തി കൊണ്ട് അത്രയും ബലവാനാണ് ആ കഴുത. ഓടി അസുരന്റെ വരവ് കൊണ്ട് ആ സ്ഥലം മുഴുവൻ അങ്ങോട്ട് കുലുങ്ങിന്നാ പറയണേ. ഇപ്പൊ നിങ്ങളെ നശിപ്പിക്കുന്നുള്ള ആ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് അവരുടെ നേരത്തെ രണ്ടുപേരുടെ നേരെ ഇങ്ങനെ ഊട്ടി വരികയാണ് ധേനുകാസുരൻ. സമേത്യ തരസാ പ്രദ്യക് ദ്വാഭ്യാം പദ്ഭ്യാം ബലം ബലി നിഹത്യോരസികാശബ്ദം മുഞ്ചൻ പര്യസരൽ കല. അതിബലവാനും ദുഷ്ടനുമായിട്ടുള്ള ആ ധേനുകൻ അതിവേഗത്തിൽ അടുത്തു വന്ന് പിൻകാലുകൾ കൊണ്ട് ബലരാമന്റെ മാറിടത്തില് ഒരൊറ്റ ചവിട്ട്. എന്നിട്ട് ഒരു ശബ്ദം, ഈ കഴുതയുടെ ശബ്ദം ഇങ്ങനെ ഒരു പൊട്ട ശബ്ദം, അങ്ങനത്തെ ഒരു കുൽസിത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇവൻ എങ്ങനെ കൊല്ലും എന്ന് എങ്ങനെ ഇവന്റെ കൊല്ലണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി സഞ്ചരിച്ചു എന്നാ പറയുന്നത്. സർവഫലപ്രദനായ ഭഗവാൻ ആ സപരിവാരനായിട്ട് താലഫലം കൊതിച്ചുകൊണ്ട് ഭഗവാന്മാര് വരുമ്പോ അത് കൊടുത്ത് സൽക്കരിച്ചു വെച്ചാലോ അവന് മഹാഫലം സിദ്ധിക്കുമായിരുന്നു അല്ലേ. അപ്പൊ എന്താണ് ഫലം സിദ്ധിക്കാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്രയ്ക്കുള്ള അനുഗ്രഹവും അവന് കിട്ടുമായിരുന്നു. പക്ഷെ ദുഷ്ടനല്ലേ, അത് ചെയ്തില്ല എന്ന് മാത്രല്ല മഹാവിരോധത്തെയും കൂടി ചെയ്തു. ഇതാണ് ദുഷ്ട സ്വഭാവം. മഹാന്മാർക്ക് കഴിയുന്ന ഉപദ്രവം ചെയ്യും, സൽപാത്രത്തില് ദാനം ഇട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല ഉപദ്രവം ചെയ്യുകയും ചെയ്യും. മഹത്തുക്കളുടെ വൈഭവത്തെ ഒട്ടും അറിയാതെ തങ്ങള് ബലിഷ്ഠന്മാരാണെന്നുള്ള ഔദ്ധത്യം അവരുടെ നേരെ കാട്ടും ദുഷ്ടന്മാര് എന്ന് ഇതില് പറഞ്ഞിരിക്കുന്നു. പുനരാസാദ്യ സംരബ്ധ ഉപക്രോഷ്ടാപരാസ്ഥിത ചരണാവപരോ രാജൻ ബലായ പ്രാക്ഷിപരുഷ. ഹേ രാജൻ, ഏറ്റവും ക്രോധിച്ച ആ ഗർദഭം പിന്നെയും ബലരാമന്റെ സമീപത്തിൽ വന്ന്
പൃഷ്ഠഭാഗം രാമന്റെ നേർക്ക് കാട്ടി നിന്ന് പിൻകാലുകൊണ്ട് ബലരാമനെ തൊഴിക്കാനായിട്ട് അങ്ങോട്ട് എറിയാണ്, കാലെടുത്താണ്ട് എറിയാണ് തിരിഞ്ഞു നിന്നിട്ട്. സതം ഗൃഹീത്വാ പ്രഭദോർഭ്രാമയിത്വൈകപാണിനാ ചിക്ഷേപ തൃണരാജാഗ്രേ ബ്രാഹ്മണത്യക്ത ജീവിതം. അപ്പൊ എന്താ ഭഗവാന്റെ നേർക്ക് വന്ന ആ പിൻകാലുകളുടെ ആ അറ്റത്ത് ഒരു കൈ കൊണ്ട് അങ്ങോട്ട് ബലരാമൻ പിടിച്ച് ഒരൊറ്റ ചുഴറ്റിലാണ് അവനെ. ഭ്രമണ വേഗത്താൽ തന്നെ ആ അസുരൻ ചത്തു. അവന്റെ ശരീരം എന്നിട്ട് എന്ത് ചെയ്തു ബലരാമൻ? അങ്ങോട്ട് കറക്കി കറക്കി ഒരൊറ്റ ഏറാണ് പനമരത്തിലേക്ക്. തേനാഹതോ മഹാതാലോ വേപമാനോ ബൃഹച്ഛിരാ പാർശ്വസ്ഥം കമ്പയൻ ഭഗ്ന സചാന്യം സോവിചാപരം. ആ ശവശരീരം ഏറ്റവും ബലത്തോടു കൂടി ഒരു പനയമ്മൽ അങ്ങോട്ട് ചെന്ന് വീണു. ചട്ടയെന്ന് അങ്ങോട്ട് അടിച്ചു. അപ്പൊ ആ പനയിൽ നിന്നുണ്ടായിരുന്ന നിറച്ച ഫലങ്ങള് മുഴുവനും താഴെ വീണു മാത്രല്ല, നിറച്ച് ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ പന തന്നെ വേരോടെ പുഴങ്ങി വേറൊരു പനമരത്തിന്റെ മേത്തേക്ക് അങ്ങോട്ട് വീണു. അങ്ങനെ ഇത് മറ്റൊന്നിന്റെ മീതെ വീണു, അതും പുഴങ്ങി വീണു, അങ്ങനെ മറ്റൊന്ന്, ഇങ്ങനെ നിരയായി നിൽക്കണ പനകൾ മുഴുവൻ അങ്ങനെ വീണു. ഒരെണ്ണത്തുമ്പിലേക്ക് എറിഞ്ഞുള്ളൂ ഭഗവാൻ. അങ്ങനെ എല്ലാ പനമരങ്ങളും വീണു. ബലസ്യ ലീലയോ സൃഷ്ട ഖരദേഹഹതാഹതാ താലാസ്തഗംഭിരേ സർവേ മഹാവാതേരിതാ ഇവ. എത്രയോ ഘനമുള്ള ബലമുള്ള ആ ധേനുകാസുരന്റെ ദേഹത്തെ ബലരാമൻ ഒരു പ്രയാസവും കൂടാതെ മേൽപോട്ട് എറിഞ്ഞതുകൊണ്ട് ആ പനകൾ ഇങ്ങനെ ഒന്നിന്റെ മീതെ ഒന്ന് അങ്ങനെ വീണു. അങ്ങനെ അനേകം പനകൾ കടപുഴങ്ങി അങ്ങോട്ട് വീണു. അതിന്റെ അടുത്ത് നിൽക്കുന്ന പനകളോ കൊടുങ്കാറ്റ് അടിച്ചിട്ടെന്ന പോലെ ഇങ്ങനെ വിറച്ചു എന്നാ പറയണത്. താലാശ്ചകംബിരേ സർവേ മഹാവാതേരിത ഇവ. വൻ കാറ്റ്, കൊടുങ്കാറ്റടിച്ച എങ്ങനെ ഉണ്ടാവും? അങ്ങനെ കിടന്നിങ്ങനെ ഇളകില്ല, അതുപോലെ മറ്റുള്ള മരങ്ങള് അങ്ങനെ ചലിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.